നവാസ്, ഇപ്പോൾ ASFന്റെ പ്രതിനിധി രാഹുൽ രാജ് പ്രതികരിച്ചുണ്ടല്ലോ. പല സ്ഥലങ്ങളിലും KSUവും MSFും ചേർന്ന് വലിയ രൂപത്തിൽ SFIക്കെതിരെയായാലും ASFനെതിരെയായും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെന്താണ് താങ്കൾക്ക് മറുപടി പറയാനുള്ളത്? മാത്രമല്ല, ഇന്നിപ്പോൾ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വഴിയിൽ കെട്ടിത്തൂക്കിയ ചെണ്ടയല്ല SFI എന്നാണെന്ന് AK ബാലൻ പറഞ്ഞിട്ടുള്ളത്. അതിശക്തമായി ഇന്ന് MV ഗോവിന്ദനും പ്രതികരിക്കുകയുണ്ടായി. എന്താണ് ഇതിന് നൽകാനുള്ള മറുപടി? ഒന്നാമതായി ASFന്റെ പ്രതിനിധി അങ്ങനെ പറഞ്ഞത് പിന്നെ ഒരു വലിയ ആത്മാർത്ഥതയോടുള്ള പറച്ചിലാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ASFന്റെ 45ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൽ എഴുതി വെക്കപ്പെട്ടൊരു വാചകമുണ്ട്. SFI ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. ഉത്തരേന്ത്യയിൽ ABVP എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്ന പോലെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI പ്രവർത്തിക്കുന്നത് എന്ന് ഈ പറയുന്ന ASFന്റെ 45ാമത് സംസ്ഥാന സമ്മേളനം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, നടക്കുന്ന സമ്മേളനത്തിൽ റിപ്പോർട്ടുണ്ട്. അവിടെ MSFനെ പരാമർശിച്ചിട്ടില്ല, അവിടെ KSUവിനെ പരാമർശിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ചാനൽ മുറികൾ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ, പ്രതിരോധം തീർക്കുമ്പോൾ, അപ്പുറത്ത് മുന്നണിയിലെ സഹപ്രവർത്തകൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇരിക്കുമ്പോൾ ഒരു ബാലൻസിങ്ങിന് വേണ്ടി MSFനെയും KSUവിനെയും ഒക്കെ ചേർത്ത് വെച്ച് പറയാമെന്നല്ലാതെ വസ്തുതാപരമല്ല എന്നത് അവരുടെ തന്നെ രേഖകൾ പറയാനുള്ള കാര്യമാണ്. മറ്റൊന്ന്, ഇപ്പം നേരത്തെ AK ബാലൻ പറഞ്ഞ വാചകം പറഞ്ഞു, വഴിയെ പോകുന്നവർ കൊട്ടാനുള്ള ചെണ്ടയല്ല എന്ന്. ഈ കൊട്ട എപ്പോൾ തുടങ്ങിയതാ സ്മൃതി? നിങ്ങൾ പരിശോധിക്ക്. ഞങ്ങൾ പറഞ്ഞല്ലോ, പ്രിപ്പറേറ്ററിൻ്റെ സഹപ്രവർത്തകൻ ആലോചിച്ചുണ്ട്. MSFും KSUവും പറഞ്ഞു, ഞങ്ങൾ നിരന്തരമായി അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നു, ക്യാമ്പസുകൾക്കകത്ത് നിരന്തരമായി അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഞങ്ങളില്ലാത്ത ക്യാമ്പസുകളിൽ, ഇടതുപക്ഷം വിദ്യാർത്ഥി സംഘടനകൾ മാത്രമുള്ള ക്യാമ്പസുകളിൽ അവിടെ ASF ഉണ്ടാകുമ്പോൾ അവർക്കൊരു ജ്വരം പോലെ വിദ്യാർത്ഥികളെ മർദ്ദിക്കണം, വിദ്യാർത്ഥികളെ രക്തം കാണണം, അവരുടെ ആർപ്പുവിളികൾ കേൾക്കണം. അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് SFI നേതാക്കന്മാർ മാറിയിട്ടുണ്ട്. അവർക്ക് മർദ്ദിക്കാൻ KSUവിൻ്റെ ഭാരവാഹികൾ ഇല്ലാതാകുമ്പോൾ, അവർക്ക് മർദ്ദിക്കാൻ MSFൻ്റെ ഭാരവാഹികൾ ഇല്ലാതാകുമ്പോൾ സഹപ്രവർത്തകരായ ASFൻ്റെ ഭാരവാഹികൾ അവർ മർദ്ദിക്കും. അതുകൊണ്ടാണ് അവർക്ക് സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ടിങ്ങിൽ അങ്ങനെ പറയേണ്ടി വന്നത്. ഇനി ASF പോലും ഇല്ലാത്ത, SFI മാത്രം യൂണിറ്റുള്ള, അവർക്ക് മാത്രം ശക്തി കേന്ദ്രമായിരുന്ന കേരളവർമ്മ കോളേജിൽ എന്താ സംഭവിച്ചത്? യൂണിവേഴ്സിറ്റി കോളേജിൽ എന്താ സംഭവിച്ചത്? SFIയുടെ നേതാക്കന്മാരായ യൂണിറ്റ് ഭാരവാഹികൾ അവിടുത്തെ സാധാരണ SFI പ്രവർത്തകന്മാരെ മർദ്ദിച്ചു. നിങ്ങൾ ഉൾപ്പെടെ വാർത്ത ചെയ്തതാണല്ലോ. അവിടുത്തെ വിദ്യാർത്ഥികൾ, SFIയുടെ കൊടി പിരിക്കുന്ന, SFIയുടെ മെമ്പർഷിപ്പുള്ള സാധാരണ വിദ്യാർത്ഥികൾ അവിടുത്തെ നേതാക്കന്മാർക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നു. നമ്മളൊക്കെ ഈ ചാനൽ 4 നിന്ന് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവർക്ക് ഈ മർദ്ദിക്കുക എന്ന് പറയുന്നത്, ആക്രമിക്കുക എന്ന് പറയുന്നത്, AK ബാലൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ചെണ്ട വിദ്യാർത്ഥികളുടെ മുതുകത്ത് കൊട്ടിക്കൊണ്ടിരിക്കുക എന്നത് ഒരു ജ്വരമായി SFI നേതാക്കന്മാർക്ക് വന്നിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ ചർച്ച ഉയർന്നു വരുമ്പോൾ, കാര്യവട്ട ക്യാമ്പസിലെ വിഷയം, കൊയിലാണ്ടി കോളേജിലെ വിഷയം വരുന്നതിന് മുൻപ് ഈ വിഷയം ആരാ ചർച്ച കൊണ്ടുവന്നത്? ഞങ്ങളല്ലല്ലോ. ഞങ്ങൾ നിരന്തരമായി ഇത് വിളിച്ചു പറയുമ്പോൾ മാധ്യമങ്ങൾ കാതു കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇത് എവിടുന്ന് ആരംഭിച്ചത്? ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ ഘട്ടത്തിൽ, അതിൻ്റെ റിപ്പോർട്ടിങ്ങിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ SFIയുടെ ഈ പറയുന്ന പ്രകൃതം, ഈ പറയുന്ന സംസ്കാരം ഞങ്ങളുടെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിന്, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് CPMൻ്റെ പാർട്ടി കമ്മിറ്റി യോഗത്തിലല്ലേ? സ്മൃതി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതല്ലേ? അവരുടെ മേഖലാ കമ്മിറ്റി യോഗത്തിൽ, ദക്ഷിണ മേഖലാ കമ്മിറ്റി യോഗത്തിൽ പാർട്ടി സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തു എന്ന് നിങ്ങൾ വാർത്തകൾ കൊടുത്തതല്ലേ? CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ഈ കാര്യം പറഞ്ഞു, SFI സംസ്കാരം മാറണം എന്ന് പറഞ്ഞു. ഞങ്ങളിത് കുറേ കാലമായി പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ PM ആർഷോ വളരെ നിഷ്കളങ്കമായി ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇടിമുറികളില്ലെന്നേ, നിങ്ങൾ വന്ന് പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ പ്രിയപ്പെട്ട ആർഷയോട് പറയട്ടെ, നേരത്തെ സ്മൃതി ചൂണ്ടിക്കാട്ടിയ സിദ്ധാർത്ഥ് കൊലപാതകത്തിൽ ഞങ്ങൾ അവിടെ പോയവരാണ്. പൂക്കോട് യൂണിവേഴ്സിറ്റിക്കകത്ത് ഞങ്ങൾ ചെന്നതാണ്. 21 നമ്പർ മുറി, അവിടെ ഇടിമുറി എന്ന് ഫ്ലക്സ് ബോർഡ് എഴുതി വെക്കണം എന്നല്ല ശ്രീ ആർഷ പറയുന്നത്. നിങ്ങൾ എന്താണ് ആളുകളെ പൊട്ടം കളിപ്പിക്കുകയാണോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. SFIയുടെ ഭാരവാഹികളൊക്കെ വന്നിട്ട് പത്രസമ്മേളനം നടത്തിയോ, നിങ്ങൾ ചാനൽ ചർച്ചയിൽ വരുന്ന ഉരുട്ടിക്കൊണ്ടുവരുന്ന വാചകങ്ങൾ പറഞ്ഞു വിഴുങ്ങി പോകുന്നവരല്ല കേരളത്തിലെ വിദ്യാർത്ഥികളും പൊതുസമൂഹവും. ഇതൊക്കെ ലൈവായി കാണുന്നുണ്ട്. സിദ്ധാർത്ഥ് കൊലപാതകത്തിൻ്റെ പിന്നിൽ 21 നമ്പർ റൂമിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ നിരന്തരമായി മർദ്ദിച്ചു, പട്ടിണിക്കിട്ടു, അദ്ദേഹത്തിന് ആക്രമിച്ചു എന്ന് സകല തെളിവുകളും പുറത്തുള്ളപ്പോൾ അതിൽ പ്രതിയായി 4-5 SFIക്കാരുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്യുമ്പോൾ ഇടിമുറികളില്ല എന്ന് നിങ്ങൾ പറയുകയാണോ? ഞാനൊരു FIR നമ്പർ പറയാം. FIR നമ്പർ 0838/2022. PM ആർഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ള ദിവസം 6/12/2022 പിണറായിയുടെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. അതിൽ ഒഫൻസ് എഴുതി വെക്കാൻ SFIയുടെ ഭാരവാഹികൾ, ആര്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി DSCയുടെ ജനറൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ പ്രതിയായിട്ട് ഒരു വിദ്യാർത്ഥിയെ 4 കിലോമീറ്റർ അപ്പുറത്തൊരു വെള്ള മാരുതി കാറിൽ കയറ്റിക്കൊണ്ടുവരികയും എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുവരികയും
DSC ഓഫീസിനകത്ത് 1.5 മണിക്കൂറോളം കയറിൽ ജനവാതിലിൽ കൈ കെട്ടിയിട്ട് നിരന്തരം മർദ്ദിക്കുകയും ചെയ്തു എന്ന് പിണറായി പോലീസിന്റെ FIR ഉണ്ട് 838/2022. ആരാ നിങ്ങൾക്ക് പറഞ്ഞ ഇടിമുറികളില്ല എന്ന്? ഇടിമുറി എഴുതി വെക്കല്ല, നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾ, നിങ്ങൾ നിരന്തരമായി ഭരിക്കുന്ന, നിങ്ങൾ മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന യൂണിയന്റെ ഓഫീസുകൾ ഇടിമുറികളായി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഇനി ഞങ്ങൾ മാറാൻ തയ്യാറാണ്. കൊയിലാണ്ടിയിലെ ആ പ്രസംഗം തെറ്റായിരുന്നുവെന്ന് ആർഷോ ഇവിടെ പറയുന്നത് കേട്ടു. എനിക്ക് ചിരിയാ തോന്നിയത്. ആർഷോ ഇവിടുത്തെ പറയാണ് അത് തെറ്റാണ് എന്ന്. ഇതേ റിപ്പോർട്ടർ ചാനൽ ഇന്നലെ മിനിയാന്ന് ഇവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, ആ കേന്ദ്ര കമ്മിറ്റി അംഗം നിങ്ങളുടെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാതൃഭൂമിയിലാണോ റിപ്പോർട്ടിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞങ്ങളുടെ പേരിൽ അങ്ങനെ ആരോപിക്കൊന്നും വേണ്ട, ഞങ്ങൾ തിരുത്തുന്നൊന്നുമില്ല എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പറയാണ്. എന്ന് വെച്ചാൽ ഒരു റിമോട്ടിലെ ബട്ടണിലെ ഒരു ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ പരസ്പര വിരുദ്ധമായ അഭിപ്രായം പറയുന്ന SFIയുടെ നേതാക്കന്മാർ ഇവർ നിഷ്കളങ്കമായി പറയുന്നതല്ല സ്മൃതി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവർ ഒരു തരം ഭ്രാന്തമായ ഒരു ചെറുപ്പത്തെ സൃഷ്ടിക്കുകയാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരെ ഒരുതരം ഭ്രാന്തമായ അക്രമോത്സുകതയിലേക്ക് ഇവർ കൊണ്ടുപോവുകയാണ്. ഈ കാടൻ സംസ്കാരം കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് എടുത്തു കളയണമെന്ന് ലോകത്തെ ക്യാമ്പസുകൾ പുതിയ ചിന്തകളിലേക്ക് പോകുന്ന കാലമാണ്. നോക്കൂ, നിങ്ങൾ രാജ്യത്ത് പരസ്പരം ഭാഷ കൊണ്ട് പോലും ബന്ധമില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളിലെ ക്യാമ്പസുകൾ പോലും ഫലസ്തീൻ പോലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി വലിയ സമരങ്ങൾ നടത്തുന്ന ഒരു കാലത്ത് നമ്മുടെ ക്യാമ്പസുകളിൽ SFIയുടെ കൊടി പിടിച്ചില്ലെന്ന് പറഞ്ഞ് അവരെ മർദ്ദിക്കുന്നവരും, മറ്റേതെങ്കിലും പാർട്ടിയുടെ ഫ്ലക്സ് ബോർഡ് വെച്ചാൽ അതിവിടെ വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് തല്ലുന്നവരും, അടിവയറ്റി പിച്ചാത്തി കേട്ടുന്ന ഒരു സംസ്കാരം കേരളത്തിന്റെ ക്യാമ്പസിൽ നിന്ന് എടുത്തു കളയണമെങ്കിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 2018 സ്വതന്ത്ര ജുഡീഷ്യൽ കമ്മീഷനായി ജസ്റ്റിസ് PK ഷംസുദ്ദീൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേരാണ് എടുത്തു പറഞ്ഞത്. അത് SFIയുടെ പേരാണ്. അദ്ദേഹം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.